കേരളത്തിൽ വയസ്സന്മാരുടെ എണ്ണം പെരുകുകയാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് 15% 60 വയസ്സ് കഴിഞ്ഞവരാണെന്നാണ് കണക്ക്. ചെറുപ്പക്കാരെല്ലാവരും ജോലി തേടി അന്യരാജ്യങ്ങളിൽ പോയപ്പോഴാണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത്. ഇപ്പോൾ വളരെ വലിയ വീടുകൾ പണിത് അതിൽ വയസ്സായ ആളുകൾ താമസിക്കുന്ന ഗതികേടിലാണ് ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലുമുള്ളത്. ഇതിന് പ്രധാന കാരണം നമ്മുടെ സാംസ്കാരിക വ്യവസ്ഥയാണ്. പലപ്പോഴും ജോലി അതുപോലെ അഡ്മിഷൻ കിട്ടുന്നതിന് വൻ തുക കൈക്കൂലി കൊടുക്കേണ്ട ഗതികേടാണ് ഉദ്യോഗാർത്ഥികളുള്ളത്. അതേപോലെ തന്നെ വൻ തുക കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഭയങ്കര പിടിപാടും വേണം എന്നുള്ള അവസ്ഥയാണ് ഉള്ളത്. പല മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളും കൂറ്റൻ തുകയാണ് കൈക്കൂലി ചോദിക്കുന്നത്. അതുപോലെ ജോലി കിട്ടാനും അതെ കൂറ്റൻ തുക. രാഷ്ട്രീയ പിടിപാടോ അല്ലെങ്കിൽ മത പിടിപാടോ ഇല്ലെങ്കിൽ സീറ്റ് കിട്ടാൻ പറ്റാത്ത അവസ്ഥ. മാതാപിതാക്കളെല്ലാം ഈ മതത്തിൻ്റെ ഉന്നത നേതാക്കന്മാരെ തേടി പോവുകയാണ്. അവരെ തന്നെ ഒപ്പ് കിട്ടുന്നതിനും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെയായി സീറ്റ് കിട്ടുന്നതിന്. അതുപോലെ രാഷ്ട്രീയ നേതാക്കളെ വീട് നിരങ്ങിയിറങ്ങലാണ് മാതാപിതാക്കളുടെ പണി. ഇങ്ങനെ വലിയ തോതിൽ അഴിമതി നടക്കുന്ന ഏരിയയാണ് ഉന്നത പഠന വിഭാഗം. ഇത് അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. കുട്ടികളുടെ ഒരു പഠനത്തിൻ്റെ അഡ്മിഷൻ റെഡിയാവുന്നതുവരെ മതത്തിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്ന ആരാണെന്ന് തേടി പിടിക്കുകയും അവരുടെ തിണ്ണം നിരങ്ങി അഡ്മിഷൻ ഒപ്പിക്കുകയാണ് പല രക്ഷിതാക്കളും ചെയ്തു വരുന്നത്. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് പലർക്കും മാർഗമുണ്ടായിട്ടും സീറ്റ് കിട്ടുന്നത്. പല മാതാപിതാക്കളും വലിയ സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നത്. കുട്ടികളുടെ അഡ്മിഷൻ സംഘടിപ്പിക്കുന്നതിനും ജോലി നേടുന്നതിനും ബാങ്ക് ലോൺ സംഘടിപ്പിക്കുന്നതിനെല്ലാം വളരെ ബുദ്ധിമുട്ടിയാണ് ഓരോ രക്ഷാതാക്കൾ കഴിഞ്ഞുകൂടുന്നത്. ഇത് ഗവൺമെൻറ് അവസാനിപ്പിക്കേണ്ട സമയം അടുത്ത്